നാം ചെയ്തതായ തൗബയെ കൊണ്ട് അള്ളാഹു എത്ര അധികം സന്തോഷിക്കുന്നുണ്ടെന്ന് നാം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവരാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണട്ടോ. അപ്പൊ നമ്മുടെ അടുക്കൽ നിന്ന് ആ തൗബയെ അള്ളാഹു തആല സ്വീകരിക്കാൻ 3 ഷർത്തുണ്ട്, അതായത് 3 നിബന്ധനകളുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാന്ന് വെച്ചാല്, ഒന്നാമത്തേത് നമ്മുടെ ദോഷത്തിനെ തൊട്ട് നാം മുറിച്ചുകളെ, കംപ്ലീറ്റായി മുറിച്ചുകളെ, അതിലോട്ട് പോകാനേ പാടില്ല. ഉദാഹരണമായി പറയുന്നുണ്ടെങ്കിൽ, നാം ഇപ്പോൾ ഒരു ദോഷം ചെയ്ത് ആ ദോഷത്തിൽ നിന്ന് മടങ്ങാൻ വേണ്ടി അള്ളാഹുവിലോട്ട് പൊറുക്കലിനെ തേടാം. അതെങ്ങനെ? മനസ്സറിഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിലോട്ട് തൗബ ചെയ്ത് മടങ്ങുക. ആ മടങ്ങുന്ന സമയത്ത് അവനക്ക് വല്ലാതെ ദാഹിച്ച സമയത്ത് അവൻ എടുത്തു പിടിക്കുന്നത് എന്താ? വെള്ളമില്ല, പകരമായി കുടിക്കുന്നത് അവൻ കള്ളാണ്. അപ്പൊ അതെന്താണ്? കള്ള എന്നുള്ളത് ഒരു ശാപം കിട്ടുന്ന ഒരു പരിപാടിയാണ്. അത് ദോഷം ചെയ്യുന്ന ഒരു കാര്യമല്ലേ. അപ്പൊ ആ ദോഷം ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നുണ്ട് ദാഹിച്ച സമയത്ത്. അപ്പൊ ഇത് രണ്ടും ഒന്നിച്ചാവാൻ പാടില്ല. ഇത് രണ്ടിൽ നിന്നൊരു മുറിച്ചിലുണ്ടാവണം, അതായത് ഇത് രണ്ടിന്റെ ഇടയിൽ ഒരു വിട്ടുവീരലുണ്ടാവണം. അപ്പൊ ഇതിനാണ് മക്കളെ പറയുന്നത്, ദോഷത്തിനെ തൊട്ട് മുറിച്ചു കളയാം, കംപ്ലീറ്റായി മുറിച്ചു കളയാം. ഇതാണ് ഒന്നാമത്തെ ഷർത്ത്. പിന്നെ 2 ഉണ്ട് 3 ഉണ്ട്. 3 ഷർത്ത് ഉണ്ട്. 2, 3 നമുക്ക് അടുത്ത വീഡിയോയിലിട്ട് കാണാം. ഇതുപോലത്തെ വീഡിയോസുകൾക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ ചേരാം, അത്രേ ഉള്ളൂ.